ഇത് ഞാനൊരു ഉരുളക്കിഴങ്ങ് നട്ടതാട്ടോ. കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ. ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് വന്ന തണ്ട് നോക്കി എന്നെയാ തീരാത്ത തണ്ട്. 1 2 3 4 5 6 7 8 9 10 തണ്ട്. 10ഒന്നും അല്ല, അങ്ങനെ അത്രക്ക് 10ൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് ഇതിലുണ്ടാവും. ഞാൻ അടിയിലൊന്ന് വെച്ച് കൊടുത്തിരുന്നു, ഇവിടെ ഒന്ന് വെച്ച് കൊടുത്തിരുന്നു. ഇത് നാശമായിപ്പോയി. ഇത് അടിയത്തത് അത് ഉഷാറായി വന്ന്. കണ്ടില്ലേ, ഞങ്ങളെ കാണിച്ചു തന്നതാ, വിജയിച്ചതല്ല. കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. ഞാൻ കുറേ നടിയിൽ കാണിക്കും, കുറേ പൂക്കളെ കാണിക്കും, കുറേ വിളവെടുപ്പ് കാണിക്കും. പിന്നെ നടിയിൽ ഞാൻ പൂച്ചെടികളെയും കാണിക്കാറുണ്ട്, പച്ചക്കറികളെയും കിഴങ്ങ് വർഗ്ഗവും എല്ലാം തന്നെ കാണിക്കലുണ്ട്. പോട്ടി മിക്സ് എന്താണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇന്ന് ഞാൻ നടുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ നടുന്നത്. എനിക്ക് ഇവിടുന്ന് വിത്ത് തൈ കിട്ടിയെന്നൊക്കെ ചോദിക്കും നിങ്ങൾ. ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ കൊണ്ടുവന്ന് അത് മുളച്ച് പോയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കാറില്ല. മുളച്ച് വന്നാൽ പിന്നെ പണ്ടൊക്കെ ഞാനത് എടുത്ത് കളയലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഉരുളക്കിഴങ്ങ് നമ്മളും നട്ടാൽ നന്നായിട്ട് അതിന് വിളവ് കിട്ടുന്നുള്ളത്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നടുന്നതും വിളവെടുപ്പും എത്രയോ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കേരളത്തിലൊന്നും നട്ടാൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഞാൻ ആ കമൻറ്റിനൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. ആരും നിരുത്സാഹപ്പെടുത്തിയാലും ഞാൻ ഒന്ന് നോക്കി നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഉരുളക്കിഴങ്ങ്. അപ്പം ഇന്ന് ഞാൻ നടുന്നൊരു വെറൈറ്റി മോഡലാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ. മുളച്ച് പോയ കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, അതെല്ലാം എടുത്ത് ഞാനൊരു വെറൈറ്റി മോഡൽ നടുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും. എന്നാൽ വരി നമുക്ക് നടാലോ. ഞാൻ ഉരുളക്കിഴങ്ങ് നടുന്നത് നിലത്തല്ല കേട്ടോ. നിലത്ത് നട്ടാലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവും കേട്ടോ, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നിലമില്ലാത്തവർക്കും കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഒക്കെയാണ് ഇത് ഉപകാരപ്പെടുക. അപ്പം ഞാനിതാ ഒരു സിമൻറ്റ് ചാക്കിങ് എടുത്തു. സിമൻറ്റ് ചാക്കിൻ്റെ 2 അറ്റവും ഈ അറ്റും കെട്ടി, ഈ അറ്റും കെട്ടി, എന്നിട്ട് കുറച്ച് ഹോൾസും ഉണ്ടാക്കിയതാ, 2 ഹോൾസ്. പിന്നെ ഞാൻ ഇത്രയും ഹൈറ്റിൽ എന്തിനാണ് ഉരുളക്കിഴങ്ങിൻ്റെ നടാൻ വേണ്ടിയിട്ട് കവർ എടുത്തതെന്നറിയോ? ഉരുളക്കിഴങ്ങ് വെറൈറ്റി മോഡലാണ്, വെർട്ടിക്കലായിട്ടാണ് ഞാൻ നടുന്നത്. അപ്പം ഇത്രയും ഉള്ള ഒരു ചാക്ക് നിറയെ ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടും ആ രീതിയിൽ നമ്മൾ നട്ടാൽ. അപ്പം ഞാൻ ഇത് 2 അറ്റും കെട്ടി ഇതാക്കി ഇങ്ങോട്ട് മറിച്ചിട്ടു. ഞാൻ കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. സിമൻറ്റ് ചാക്കൊക്കെ ഒന്ന് പൗറാക്കി വെട്ടിയൊക്കെ ചെയ്തിരുന്നു. ആ തൂങ്ങിക്കുന്നതൊക്കെ എന്നിട്ടും കുറച്ച് തൂങ്ങുന്നുണ്ട്. ഇതിങ്ങനെ 2 അറ്റം കെട്ടുന്നത് എന്താ വെച്ചാൽ റൗണ്ടിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞ് വീണ് പോകും. കുറച്ച് ഹൈറ്റുള്ളതല്ലേ. അപ്പോൾ 2 അറ്റം കെട്ടി മറിച്ചിട്ടു. എഴുത്തും കാര്യം ഒന്നും കാണൂല. നല്ല വെള്ള കളറിൽ, കുറച്ച് പഴയതാ, അതുകൊണ്ട് ആ തിളങ്ങുന്ന വെള്ളയൊന്നും ഉണ്ടാവില്ല. ഇതാ ഇങ്ങനെ ആക്കി. ഇതിലാണ് ഞാൻ ഉരുളക്കിഴങ്ങ് നടാൻ പോകുന്നത്. ഇനി നമുക്ക് പോട്ടി മിക്സ് ഇടാം കേട്ടോ. ഇതിൽ തന്നെ ചകിരി ഇട്ട് കഴിഞ്ഞാൽ മണ്ണൊന്നും കുത്തിയൊലിച്ച് പുറത്ത് പോവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഹോൾസ് അടയൂല. അങ്ങനെ കുറേ ഗുണങ്ങൾ ചകിരി ഇട്ടാലുണ്ട്. പോട്ടി മിക്സ് ഒക്കെ തങ്ങി നിർത്തിക്കോളും ചകിരി ഇട്ട്. പിന്നെ ഞാൻ ഇടുന്നത് എൻ്റെ താരം എന്ന് പറഞ്ഞാൽ ഞാൻ നടുന്നത് ഫുള്ള് 90% കരിയിലാണല്ലോ. ഞാൻ റോട്ടുമെന്നൊക്കെ കരിയില വാരി കൊണ്ടുവന്ന് ഇഷ്ടം പോലെ കരിയിലുള്ളവർ എന്നെ കാണാൻ വേണ്ടി 2 ആൾ വന്നിരുന്നു ഇന്നലെ. ചിക്കാരാ, ഞാനത് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇഷ്ടംപോലെ കരിയില ഞങ്ങൾക്കുണ്ട്. അങ്ങനെ നട്ടുണ്ടാവും അതൊക്കെ എനിക്ക് സംശയം. ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ബോധ്യമായിട്ടോ. ഓ, കരിയില എൻ്റെ എല്ലാം പരിശോധിച്ച് ചാക്ക് വെർട്ടിക്കലായിട്ട് നട്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അങ്ങനെ നടുന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അവരെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ കരിയിലിട്ടിട്ട് ഒന്ന് അമർത്താം. എല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് അമർത്തുക. ഇനിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് പറഞ്ഞു തരുന്നത് വെർട്ടിക്കലായിട്ട് നടുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പ്ലാനിങ് വേണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, തുടങ്ങണം എന്നൊക്കെ ഉള്ളത്. ഞാൻ കരിയിലിട്ടില്ലേ. ഇനി ഞാൻ ഈ മേൽഭാഗത്ത് ഒരു ഉരുളക്കിഴങ്ങ് നടു, പിന്നെ ഈ സൈഡിൽ ഒന്ന് നടു, ഈ സൈഡിൽ ഒന്ന് നടു, ഈ സൈഡിൽ നടു, ഈ സൈഡിൽ നടു. അപ്പോൾ ഈ ചാക്കിൽ നമുക്ക് വിളവെടുക്കുമ്പോൾ ഒരു ചാക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടും. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേൽഭാഗത്തിൽ നമ്മൾ നനയ്ക്കുള്ളൂ. അപ്പം നനച്ച് കഴിഞ്ഞാൽ മേൽഭാഗത്ത് കിട്ടും. ഇവർക്കൊന്നും വേണ്ടത്ര വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല.
ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നടുമ്പം തന്നെ നമ്മൾ ഒരു കുപ്പി ഇവിടേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് ആ കുപ്പിയിലേക്ക് കുപ്പി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി ഞാൻ കാണിച്ചു തരാം. അത് എവിടെ പോയി ഞാൻ കൊണ്ടുവന്ന് പാറിപ്പോയി, പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ പാറിപ്പോയി. ഇതാ പ്ലാസ്റ്റിക് കുപ്പി കിട്ടാത്തവരാരും ഉണ്ടാവില്ല. ഇനി കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ രാവിലെ ഒന്ന് റോട്ടിലൂടെ നടന്നാൽ മതി, റോട്ടുമില്ലുണ്ടാവും. ഇതാ പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് മേൽഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്തിനാന്നൊക്കെ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഹോൾസ് ഉണ്ടാക്കി മൂടിക്കും ഒരു ഹോൾസ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും. ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാലാണ് പോട്ടി മിക്സ് നിറക്കുന്നതെങ്കിൽ നമുക്ക് ഇതവിടെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാൻ എല്ലാവർക്കും കിട്ടും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പലതും ഇടുകയും ചെയ്യാം, പഴത്തോട് അങ്ങനെ കുറേ പച്ചക്കറി ഇതെല്ലാം ഇടുകയും ചെയ്യാം. അപ്പോൾ തുടക്കം തന്നെ ഇത് ചെയ്യണം, നിറയെ ഹോൾസ് കേട്ടോ. അപ്പം ഞാൻ ഇത് ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊയിഞ്ഞ കാലി കുപ്പിയല്ലേ, അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നിറക്കുമ്പോൾ ഇത് ചപ്പിപ്പോവും. അതിന് ഞാൻ ഇപ്പം തന്നെ അതിലേക്ക് അങ്ങ് നിറച്ചിടട്ടെ, എന്നാൽ പിന്നെ അവിടെ പിടുത്തത്തിൽ അടന്നു നിൽക്കും. ഞാൻ നിറക്കുന്നത് കാണിച്ചു തരാം. ഇങ്ങ് തുറക്കുക, ഫുള്ളായിട്ട് കട്ട് ചെയ്യാണ്ടെന്നാൽ മതി. എല്ലാം നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ച് ഒരു കല്ലട്ടം വെച്ചാൽ ജീവികൾ വന്ന ഉപദ്രവിക്കൊന്നും ചെയ്യില്ല. അപ്പോൾ നല്ല സൗകര്യം അങ്ങനെ ചെയ്താൽ. ഇതൊക്കെ എൻ്റെ അടുക്കളയിലെ വേസ്റ്റാട്ടോ. പഴത്തോട്, പച്ചക്കറി മുറിച്ചിട്ടത് എല്ലാം ഉണ്ട് ഇതിൽ. ഫ്രൂട്ട്സിൻ്റെതും വെജിറ്റബിൾസിൻ്റെതും എല്ലാം ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കുപ്പി കമ്പോസ്റ്റ് തന്നെയാണ് ഇത് കേട്ടോ. ഇതിന് പറയാം, അതിങ്ങനെ എടുത്ത് കാണിച്ചു തരാം. അപ്പം ഇപ്പോഴൊന്നും താഴെ ഇറക്കുന്നില്ല. ഇതൊക്കെ പഴത്തോടാ. ഞാൻ പഴത്തോട് കണ്ടാൽ ഞാൻ വെറുതെ വിടും. ഈ പഴത്തോട് ധാരാളം പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയത് കൊണ്ട് ചെടികൾക്ക് പൂവുണ്ടാവാനും ആരോഗ്യത്തിൽ വളരാനും, അങ്ങനെ ആരോഗ്യത്തിൽ വളരുന്നൊരു ചെടിയാണെങ്കിൽ അങ്ങനെ ഒന്നും ഇതുണ്ടാവില്ല. എന്താ പറയുക, രോഗം പിടിപെടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ജീവികൾ വരികയാണ്, അതിന് നമ്മൾക്ക് മരുന്ന് തന്നെ വേണം. ജീവികൾ എന്തൊക്കെ വരുന്നത് വെച്ചാൽ അതിനുള്ള മരുന്നൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ ഇതിലേക്ക് ഇട്ടത് പഴത്തോട്, മുട്ടത്തോട്, ഉള്ളിത്തോല്, അങ്ങനെ ഓരോന്നങ്ങിട്ട്. മുട്ടത്തോടാണെങ്കിൽ ഞാൻ എന്താക്കും അറിയോ, ഒന്ന് പൊടിച്ചിടും, അല്ലെങ്കിൽ അത് അതേപോലെ നിൽക്കും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് അടച്ച് വെക്കും. അടച്ച് വെച്ച് ഇവിടേക്ക് ഇട്ട് എന്നിട്ടാണ് ഞാൻ പോട്ടി മിക്സ് നിറക്കുന്നത് കേട്ടോ. ഇനിയും കുറച്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതല്ല ഫുള്ളാക്കി കാട്ടെ, കളയണ്ട. ഞാൻ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങോട്ട് എടുത്തതിന് ആ ഉള്ളി എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെത് അത് കൂടുതലും, മുട്ടേൻ്റെതെല്ലാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് അമർന്നാൽ വീണ്ടും നമുക്ക് ഇടാം. നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഇതിലാകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നേരിയ തോതിൽ ഇവർക്ക് എപ്പം കിട്ടിക്കൊണ്ടേ ഇരിക്കും. പിന്നെ കരിയിലായത് കൊണ്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് നനഞ്ഞട നിൽക്കും. ഇങ്ങനെ കേട്ടോ. ഇനി ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചുറ്റും ഇടട്ടെ. അതിൻ്റെ ചുറ്റും ഇടുന്നത് ചക്കമടലൊക്കെ നമുക്ക് പറ്റൂ കേട്ടോ. ഇനി മഴക്കാലം ഒന്ന് പറഞ്ഞ് തെറ്റിപ്പോയി. ഇനി വരുന്നത് ചക്കകാലത്ത് നമുക്കില്ലേ ആ ചക്കൻ്റെ വേസ്റ്റ് ഒന്നും വലിച്ചങ്ങെറിയേണ്ട തോട്ടത്തിലേക്ക്. ഈച്ച, കൊതുക്, അത് ഇത് ഒന്നും നടക്കാതെ ബാഡ് സ്മെല്ല് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ചാക്കിലെടുത്ത് വെച്ചേക്കിട്ടോ. നല്ലൊരു വള നടുമ്പളും എടുക്കുക. അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണിടട്ടെ. ഇതിൽ മണ്ണ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി മണ്ണിടുക. മണ്ണൊന്നും ഇല്ലായിരുന്നു, ഒക്കെ താഴെ പോയി മണ്ണെടുക്കണം. അപ്പോൾ ഇനി ഒരു ടിപ്പർ മണ്ണിറക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് ഫ്രീ കിട്ടുന്ന കേട്ടോ. സിമെൻറ്റ് ചാക്ക് കുപ്പി ഫ്രീയാ. മണ്ണ് കുറച്ച് പൈസ കൊടുത്തിരുന്നതാ. കുറച്ച് മണ്ണിട്ടാലുണ്ടല്ലോ, നമ്മൾ ഇട്ട പോട്ടി മിക്സൊക്കെ അല്ലേ, അത് പെട്ടെന്ന് വളമായിട്ട് പിന്നെ നമ്മൾ ഇട്ട മണ്ണില്ലേ മൊത്തത്തിൽ മണ്ണായി മാറും. ആ മൊത്തത്തിൽ മണ്ണായാൽ അത് പാറ പോലെ ഉറച്ചില്ലെങ്കിൽ ചെടികൾക്ക് വേരുകൾക്ക് നെട്ടോട്ടോട. വേരുകളാണല്ലോ ജലവും ലവണങ്ങളും ഒക്കെ ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്തിച്ചു കൊടുത്താൽ നല്ല ആരോഗ്യമുള്ള ചെടിയാവും. അങ്ങനെ പാറ പോലെ ഉറച്ചാൽ വേരുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നടുമ്പേ കുപ്പി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞുതരാം, നടുമ്പേ ഇറക്കി വെച്ചു. ഇനി ഞാൻ പിന്നെ കരിയില ഇടട്ടെ കേട്ടോ. കരിയില ഇത് ഇങ്ങനെ നടുന്ന എത്രയോ ആൾക്കാർ പ്രിയപ്പെട്ടവർ എനിക്കുണ്ടാവും. ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെയാണ് നടലെന്നൊക്കെ ഉള്ളത്.
ഇത് ഏറ്റവും ഉപകാരപ്പെടുക ആർക്കാന്നറിയോ? ഫ്ലാറ്റിൽ കോട്ടേഴ്സിലൊക്കെ നിൽക്കുന്നവർക്ക് കേട്ടോ. നമ്മൾ കോട്ടേഴ്സൊക്കെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ എന്താക്കാന്നറിയോ? ഇതൊക്കെ നമുക്ക് എന്തായാലും ചാക്കോ പലത് കൊണ്ടുപോകാൻ ഉണ്ടാവുമല്ലോ വണ്ടി വിളിച്ചിട്ട്. അപ്പോൾ ഇതും ആ വണ്ടിയിൽ എടുത്തിടുക. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ സ്ഥലമില്ലാത്തവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഇതങ്ങോട്ട് ചെയ്താൽ നമുക്ക്. പിന്നെ എപ്പോൾ ഫുള്ള് വിളവെടുക്കും വേണ്ട. നമുക്ക് ആവശ്യം വരുമ്പോൾ അതിൽ നിന്നൊന്ന് മാന്തിയിട്ട് ഒരു കിഴങ്ങ് എടുക്കുക. പച്ചമുളക് അങ്ങനെ എല്ലാം ഞാനങ്ങനെ കേട്ടോ. എൻ്റെ ഫ്രിഡ്ജാണ് എൻ്റെ മുറ്റോ എല്ലാ പച്ചക്കറികളും. ഇനി ഞാൻ കുറച്ച് മണ്ണ് ഇട്ടില്ലേ. ഇനി ഞാൻ കുറച്ച് മണ്ണ് ഇന്നലെ ഫാം ഹൗസിൽ പോയപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നനയ്ക്കാൻ. അപ്പോൾ അവിടെ കുളം ഉണ്ടാക്കുമ്പോൾ സിമെൻറ്റ് പണി എടുത്തപ്പോൾ ആ സിമെൻറ്റ് ചാക്ക ഇത് അന്ന് ഞാൻ ചാടൂര. അതൊക്കെ കുപ്പി ചാടൂര. വെള്ളം കുടിക്കാൻ എവിടെയെങ്കിലും യാത്ര പോകുകയാണെങ്കിൽ കുപ്പി വാങ്ങും. അത് ഞാൻ ചാടൂര അങ്ങോട്ട് കൊണ്ടുവരും. ഹോട്ടലിൽ നിന്ന് എനിക്ക് വെള്ളം കുടിക്കാൻ തരുമ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഇട്ട് പോരല്ലേ. ഞാൻ എനിക്കത് നാണക്കേടേ ഇല്ല. ഞാൻ കൃഷി എടുക്കാൻ. കൃഷി എന്ന് പറഞ്ഞ സംസ്കാരമല്ലേ, ഒരു കൂലി കിട്ടുന്നതാ, ഒരു ഇബാദത്താണ്. ഞാൻ കൊണ്ടുവരും. മോനെ പറയും എന്തിനൊന്നും അത് എടുക്കുന്നതെന്ന് അറിയും. ഞാൻ പറയും ഞാൻ കൃഷി എടുത്തോളൂ, എനിക്ക് വേണം വെർട്ടിക്കലായിട്ട് കൃഷി എടുത്തുകൂടെ. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷി താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്യും. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് പറയണം കേട്ടോ. ഹോട്ടലിലൊക്കെ പോയിട്ട് വെള്ളം കുടിക്കാൻ തന്നാൽ കുപ്പി കൊണ്ട് ഞാനതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അതിലൊന്നും നാണക്കേട് വിചാരിക്കാനില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. നടാൻ പോവുക. നടുമ്പോൾ നമ്മൾ എന്താക്കണം എന്നറിയോ? കുറച്ച് മണ്ണിലായിരിക്കണം നടുന്നത്. എന്നാലേ അത് പെട്ടെന്ന് ഇങ്ങോട്ട് ആളായി വരുള്ളൂ. മണ്ണ് തീരെ വേണ്ടാതെ കൃഷി എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. എനിക്കെന്തോ മണ്ണ് കുറച്ച് വേണമെന്നുള്ള ഒരു താല്പര്യം. തീരെ വെയിറ്റില്ല. ഇനി ഞാൻ എവിടെയാണ് ഉരുളക്കിഴങ്ങ് നടുന്നതെന്ന് അറിയാം. ഇപ്പം തന്നെ അങ്ങ് നട്ടു പോവാൻ ലാസ്റ്റ് ആക്കണ്ട. ഞാൻ ഇവിടെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇവിടെ വെക്കും. ഞാൻ കാണിച്ചു തരാം. ഞാനിനി നടാൻ പോകും കേട്ടോ. നടുന്നത് വെർട്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എല്ലാം നിറച്ച് പോട്ടിമിക്സൊക്കെ ഇട്ട് ഫുള്ളാക്കിയിട്ട് അല്ല നടുന്നത്. തുടക്കം തന്നെ അങ്ങ് നടാം. ഞാനിവിടെ ഹോൾസ് ഉണ്ടാക്കിയത് കണ്ടോ. ഹോൾസ് ഉണ്ടാക്കി ഇതാണ് എൻ്റെ ഉരുളക്കിഴങ്ങ് മുളച്ചത്. ഇതാ 1 2 3 4 5 ഇത് ഞാൻ നടാൻ പോവുക കേട്ടോ. നടാൻ പോകുന്നിട്ടോ. ഞാൻ ഇവിടുന്ന് തന്നെ ഉള്ളിലാണ് വെക്കുന്നത്. ഉള്ളിൽ വെച്ചിട്ട് ഈ മുളയില്ലേ, മുളച്ച ഭാഗം ഇങ്ങനെ പുറത്തേക്ക് അങ്ങ് വെക്കും. ഇതാ പുറത്ത് വെക്കും. കണ്ടില്ലേ? ഇങ്ങനെ മതി. ഇനി ഞാൻ അങ്ങ് മണ്ണിടും. എന്താ വേറൊന്ന് ഇതിലൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഉഷാറായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണം എന്താണെന്നറിയോ? ഇവിടെ മുളച്ച് മുള വന്നതേ നടാൻ പറ്റുമോ എന്ന് എന്നോട് ഒരാൾ അഭിപ്രായം ചോദിച്ചിരുന്നു. ഞാൻ ഇതുവരെ നട്ടത് മുള വന്നതാണ്. ഇനിയിപ്പോൾ അല്ലാതെ ഒന്ന് ഞാൻ നട്ടു നോക്കിയിട്ട് മുളച്ചിട്ട് ഞാൻ അഭിപ്രായം പറയുകയാണ്. ഞാൻ വിജയിച്ചത് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുള്ളൂ. അല്ലാതെ എനിക്ക് പേടിയാണ്. വിജയിച്ചോ ഇല്ലേ എന്നുള്ള അറിയാണ്ട് നട്ടാൽ ഒന്ന് ഇവിടെ നട്ടു, ഒന്ന് ഇവിടെ നട്ടു, ഒന്ന് ഇവിടെ. ഇങ്ങ് പാലി വെക്കുന്ന മാതിരി വെച്ചാൽ മതി. വെള്ളം കിട്ടിയൊക്കെയുള്ളൂ. വെള്ളത്തിന് നമ്മൾ ഇനി പേടിക്കേ വേണ്ട. ഇത് കുറച്ച് കേട് വന്നാണ്. എന്നാൽ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. നമുക്കിപ്പോൾ എന്താ ഉണ്ടായില്ലെങ്കിൽ നമ്മളെ അധ്വാനമല്ലേ, ഒന്നും നമുക്ക് പ്രശ്നമില്ല. ഒന്ന് ഇവിടെയും വെച്ച് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് നിറയെ പൊട്ടി മിക്സ് ഇടട്ടെ കേട്ടോ. ഇനി ഫുള്ളാക്കട്ടെ. കണ്ടില്ലേ ഞാൻ വെച്ചത്? ഉള്ളു കാണിച്ചു തരണം. ഉള്ളു ഇതിൻ്റെ ഉള്ളൊന്ന് കാണിക്കട്ടെ. ഇതിൻ്റെ ഉള്ളു ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളുണ്ടാകുന്നത് കണ്ടോ. ഓരോ ഉരുളക്കിഴങ്ങ് ഞാൻ വെച്ചത് പൊട്ടി മിക്സ് ഇത് നിറച്ചും വെച്ചു. ഇത് നിറച്ച് വെച്ചത് ഇതിങ്ങനെ ചപ്പിപ്പോവാണ്ടിരിക്കാൻ. അതിന് ഞാൻ നിറക്കട്ടെ. ഞാൻ വീണ്ടും പൊട്ടി മിക്സ് ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇനി കുത്തി കയറ്റേണ്ട ആവശ്യം വന്നില്ല. അപ്പം തന്നെ അങ്ങ് ഇട്ടത് കൊണ്ട് നല്ല ഒതുക്കള ചാക്കും കിട്ടി. ഒക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പ്ലാസ്റ്റിക് നോക്കി. എൻ്റെ അമ്മോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലുപ്പം. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയാൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയേനെയോ. നമ്മൾ മുറ്റും പരിസരവും എല്ലാം വൃത്തിയായി. നമുക്ക് വളം കിട്ടി, നന്നായിട്ട് വിളവ് കിട്ടി. ഇതൊക്കെ തന്നെ നമുക്കൊരു മാനസിക ഉല്ലാസമാണ്. നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചെടികളെടുത്തൊക്കെ ഇങ്ങനെ പോയി സംസാരിച്ച് ഒരു ഉഷാർ ഇങ്ങോട്ട് കിട്ടിയല്ലോ.
അങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കാനുള്ള ഒരു എനർജിയും കൂടിയാണ്. എന്തായി എന്നൊക്കെ അറിയാനുള്ള എന്താ ചക്കമടലുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ചക്കമടൽ കമ്പോസ്റ്റിൽ ഇട്ട് നോക്കി പെട്ടെന്നാവും. നമുക്ക് ചക്കൻ്റെ സീസണാണ്. ഒരു ചക്ക മതി, ഒരു ചാക്ക് നിറയെ ഉണ്ടാവും. അതിടട്ടെ, ഒന്ന് ചെറുതാക്കിയാൽ മതി കേട്ടോ. ഞാൻ ചെറുതാക്കിയതാ, ഒന്നിങ്ങനെ ആക്കട്ടെ. ഇനി അടുത്തത് മണ്ണിടുക. ഞാൻ നിറച്ചു പോട്ടി മിക്സൊക്കെ നിറച്ച് റെഡിയാക്കി മേലെ മണ്ണിട്ട്, ഇനി ഞാൻ മേലെ മണ്ണിടുന്നത് കുറച്ചും കൂടി മണ്ണിടണം, കുറച്ച് വീതി ആയിക്കോട്ടെ. ഞാൻ ഏറ്റവും നല്ലത് ഞാൻ മേലെ വെക്കുന്നത് കേട്ടോ. രാജാവിനെ ഞാൻ മേലെ കൊണ്ടുവച്ച് കണ്ടില്ലേ, ഉഷാറായില്ലേ നട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ചാക്ക് ഇത് കിട്ടുന്നുള്ളത്. എന്തൊക്കെ നട്ടതെന്ന് ഞങ്ങൾ ക്ലിയറായിട്ട് കാണിച്ചു തന്നില്ലേ. കുറച്ചും കൂടി മണ്ണിടട്ടെ കേട്ടോ, മണ്ണ് പോരതിൽ. ഇനി മേൽഭാഗത്തുള്ള ഏറ്റവും വലിയ താരത്തെ നടാൻ പോവുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടാകട്ടെ. ഇതിൽ ഒരു വേരൊന്നും അല്ല ഉള്ളു കേട്ടോ. ഇതിൽ ഫുൾ വേരിങ് വരൂ, ഫുള്ളായിട്ട് ഒരു തണ്ടൊന്നും അല്ല ഉണ്ടാവുക. ഇഷ്ടം പോലെ തണ്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ എല്ലാ തണ്ടിൻ്റെ അടിയിലും കായുണ്ടാവും. അല്ല, കായെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. ഞങ്ങൾ കാണിച്ചു തന്നാണല്ലോ എൻ്റെ വിളവെടുപ്പൊക്കെ ഒന്ന് പരിശോധിച്ച് ബാക്കോട്ട് നോക്കി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം എൻ്റെ ചാനലിൽ. ഇതാ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ഒരു ചാക്കിൽ എത്ര ഉരുളക്കിഴങ്ങ് നട്ടു? 5 എണ്ണം നട്ടു. ചെരിഞ്ഞോ ചാക്ക് എല്ലാം ഇങ്ങനെ. ഇതാ ചെരിയുന്നൊന്നും എനിക്കിഷ്ടമല്ല, എനിക്കല്ല ഉഷാറ് വേണമെന്നാ. ഇതാ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ നട്ടു നോക്കേണ്ടി. ഇങ്ങനെ നമുക്ക് എന്തൊക്കെ നടാന്നറിയോ? ചീര നടാം, ചീരയൊക്കെ ഫസ്റ്റ് അതിന് ചീര നടാം. പിന്നെ ബാക്കി ഒരുവിധം പച്ചക്കറി എല്ലാം തന്നെ ഇങ്ങനെ നടാം. പിന്നെ ഇത് ബീൻസൊക്കെ ഫസ്റ്റ് അതിന്. ഞാനിതിലേക്ക് മേൽഭാഗത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ടട്ടെ. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതാ ചക്കമടലിലേക്ക് അങ്ങോട്ട് നമ്മൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നറിയോ? ഇത് നമ്മൾ ഇട്ടില്ലെങ്കിൽ നമ്മൾ നനയ്ക്കുമ്പോൾ അടിയിലുള്ള കരിയിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചോളൂ, മേലുള്ളത് ഉണങ്ങിപ്പോവും. അപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നനവ് കിട്ടിക്കോളല്ലോ. ഇപ്പം എന്താ ചൂട്, ഞമ്മക്കും ചൂട്, നമ്മൾ തളർന്നു പോവുക, ഒരു വാടിപ്പോവുക. അതുപോലെ തന്നെ ചെടികളില്ലേ, വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വാടിപ്പോവും. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ കരിയിലെ വെള്ളം പിടിച്ചു നിൽക്കും. മേൽഭാഗം ഇത് ഉണങ്ങാതെ നിന്നാൽ ഇവർ AC വളരും പോലെ വളരും. അങ്ങനെ വളർന്നെങ്കിൽ നല്ല സൂപ്പറായിട്ട് വരും. നമുക്ക് ഒരു ചെടി നട്ട് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഉഷാറാവോ അല്ലെങ്കിൽ ഇതിന് ഒരു സാധാരണ ഒരു മന്ദഗതിയിലാണോ ഇത് വരുന്നതെന്നൊക്കെ ആ വളർച്ച കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരം തന്നെ നമുക്ക് എല്ലാം തീരുമാനം എടുക്കാം. ഓ നല്ല കായുണ്ട്, ഇനി നമുക്ക് നടണം എന്നൊക്കെ ഉള്ളത്. ഇനി ഞാൻ നിങ്ങളെ മുമ്പ് വെച്ച് തന്നെ നനക്കാം കേട്ടോ. ഫുള്ള് മേലെയും നനക്കാം, ഉള്ളിലും നനക്കാം. ഉള്ളിൽ നനച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എല്ലാ ഭാഗത്തേക്കും എത്തും. അത്ര മതി ഇപ്പം ഇത്ര മതി. ഇത് നമുക്ക് വെയിലത്ത് വെച്ച് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, മുള വന്നിട്ടുണ്ട്. ഈ ഇലയൊക്കെ വന്നു കഴിഞ്ഞാലാണ് വെയിലത്ത് വെച്ചാലുള്ള ബുദ്ധിമുട്ട്, വേഗം വാടിപ്പോകുന്നത്. ഇത് നമുക്ക് വെയിലത്ത് തന്നെ വെക്കാം. എത്രണ്ണം വന്ന് 1 2 3 4 5 6 ഉരുളക്കിഴങ്ങ് ഞാൻ ഈ ചാക്കിൽ നട്ടു. നമ്മൾ ലേഡീസ് മനസ്സ് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ എടുക്കാം. ആണുങ്ങൾ പോയിട്ട് പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കി അരി വാങ്ങുക, മരുന്ന് വാങ്ങുക, വസ്ത്രം വാങ്ങുക ചെയ്യണം. നമ്മളാണെങ്കിൽ അവരങ്ങ് പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങി അടിച്ച് വാരി പ്ലാസ്റ്റിക് കവറിൽ പിന്നെ കരിയിലൊക്കെ നിറച്ച് എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടായി വിളവെടുത്തോൽക്കൊന്ന് കാണിച്ചു കൊടുത്തു നോക്കേണ്ടി കുടുംബം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. അവിടെ ഒരു കച്ചറി ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് നട്ടത് കണ്ടല്ലോ, ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ ചെയ്താൽ ഇതിൽ ധാരാളം പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ എത്തിച്ചോളൂ എല്ലാ ഭാഗത്തും. അടിപൊളിയായില്ലേ? അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ.
ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.